ലാഭങ്ങളും ഒക്കെ ചോദിക്കാറുള്ളത്. ഇനി ആരെങ്കിലും കേറാവോ? ഗ്രൂപ്പിൽ വേണമെങ്കിൽ മെസ്സേജ് ഇടാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്നൊരു വരട്ടെ. അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യത്തെ പറ്റിയാണ് പറയണത്. ഞാൻ പറഞ്ഞു തലതിരിഞ്ഞാണ് ക്ലാസ് പറയണേന്ന്. അപ്പൊ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ജെറി മിസ് നിങ്ങക്ക് ഓർഡറിൽ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഈ യൂറോപ്യൻകാർ വന്ന ഓർഡർ ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പോർച്ചുഗീസുകാർ വന്നു ആദ്യം, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. എന്നിട്ട് ഓരോരുത്തരും അവനവന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധങ്ങളൊക്കെ നടത്തി ഓരോരുത്തരും ഇവിടെ പിടിച്ചു നിൽക്കാനൊക്കെ നോക്കി. അങ്ങനെ ഓരോ കാലഘട്ടത്തിലായിട്ടാണ് ഓരോരുത്തർ വന്നത്. അവസാനം ഇംഗ്ലീഷുകാര് പിടിച്ചടക്കി കുറെ നാള് ഭരിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരാണ്. അവസാനം വന്നത് ഫ്രഞ്ചുകാരാണ്. ഓക്കെ, അത് നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ യൂറോപ്യന്മാർക്ക്, ഈ പറഞ്ഞ യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കാൻ കാരണം, അതിന് കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം ഈ 1453 തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചെടുത്തു. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോ ആ റൂട്ട് അങ്ങോട്ട് അടച്ചു. അത് കാരണമാണ് പുതിയ റൂട്ട് കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നത്. നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോ ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് ഈ യൂറോപ്യന്മാർക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇനി സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മിസ് പറഞ്ഞിട്ടുണ്ടാവും, പോഡ ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പോർച്ചുഗീസുകാരാണ് ആദ്യം ഇന്ത്യയിലേക്ക് വന്നത്, പിന്നീട് ഡച്ചുകാർ വന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു, ലാസ്റ്റ് വന്നവര് ഫ്രഞ്ചുകാരും. ഓക്കെ, ഈ ഓർഡർ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറയണ ഒരു കോഡാണ് പോഡ ബീഫ് എന്ന്. അതായത് പോർച്ചുഗീസുകാർ ആദ്യം വന്നു, പിന്നെ ഡി ഫോർ ഡച്ച്, ബി ഫോർ ബ്രിട്ടീഷുകാര്, എഫ് ഫോർ ഫ്രഞ്ച് കേട്ടോ. ഓക്കെ, ഇനി ആദ്യമായിട്ട് അക്ബർ ചക്രവർത്തിയുടെ, ഞാൻ പഴയ കാലത്തേക്ക് പോണില്ല, അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിച്ചത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത്. അദ്ദേഹമാണ് മാസ്റ്റർ റാൽഫ് വിച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ. ഇദ്ദേഹത്തെയാണ് നമ്മൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത് മാസ്റ്റർ റാൽഫ് വിച്ചിനെയാണ്. അപ്പൊ അക്ബറിന്റെ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫസ്റ്റ് ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് വിച്ച്. അദ്ദേഹമാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ തുർക്കികള് 1453 കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത് കൊണ്ട് ആണ് യൂറോപ്യൻസിന് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നത്. അങ്ങനെ ഇന്ത്യയിലെത്തിയ ആൾക്കാരാണ് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്. ഇനി അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് വിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡയറക്റ്റ് ഞാൻ ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് പോവാണ്. മറ്റേ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും സംഭാവനകളൊന്നും പറയണില്ല. നിങ്ങളത് കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ബ്രിട്ടീഷുകാര് 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി വന്ന ഒരു ആൾക്കാരാണ് ഈ ബ്രിട്ടീഷുകാരെന്ന് പറയണത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാര് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വന്നത് അവര് വാണിജ്യ ആവശ്യത്തിനാണ്, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കുഞ്ഞിലെ തൊട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായ എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് കിഴക്കുമായി വ്യാപാരം നടത്താനായിട്ട് ഒരു ചാർട്ടർ സ്വന്തമാക്കി. അതാണ് 1600 ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതൊരു കമ്പനിയാണ്. അവര് ഈ പറഞ്ഞ എലിസബത്ത് രാജ്ഞിയുടെ കയ്യിൽ നിന്നും വ്യാപാരം ചെയ്യാനായിട്ട് ഒരു ചാർട്ടർ സ്വന്തമാക്കി, ഒരു രേഖ പോലത്തെ. അപ്പൊ അത് 1600 ഓക്കെ, ഇനി എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ചാർട്ടർ അനുസരിച്ച് കമ്പനിക്ക് സമുദ്രങ്ങളിലൂടെ കടന്നു പോകുന്നതിനും
കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനും യൂറോപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനും ഉയർന്ന വിലയ്ക്കൊക്കെ വിൽക്കാനൊക്കെ കഴിയും. അപ്പൊ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ എലിസബത്ത് രാജ്ഞിയുടെ കയ്യിന്ന്, ബ്രിട്ടന്റെ രാജ്ഞിയുടെ കയ്യിന്ന് ഒരു ചാർട്ടർ പ്രകാരം സമുദ്രത്തിലൂടെ കടന്നു പോകാനും അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ എടുത്ത് ഈ യൂറോപ്പിൽ തിരികെ കൊണ്ടുവരാനും ആയിട്ട് ഇവിടെ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും ഒക്കെ ആയിട്ട് എന്തുണ്ടാക്കി? ഒരു അവകാശം നേടിയെടുത്തു. അപ്പൊ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് 1600. ഇത് ഇവിടെയല്ല, ലണ്ടനില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷമാണ് 1600. ഓക്കെ. അപ്പൊ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളായിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടുത്തെ രാജ്ഞിയുടെ കയ്യിൽ നിന്ന് അവകാശം നേടിയെടുത്തത്. ആ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകി ഈ കച്ചവടക്കാരെ സംഘടനേനെ പറയണ കുറച്ച് കച്ചവടക്കാർ കൂടിയിട്ടാണ് അവർ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഫോം ചെയ്തത്. ആ കച്ചവടക്കാരുടെ സംഘടനേനെ പറയണ പേരാണ് മെർച്ചന്റ് അഡ്വഞ്ചറേഴ്സ്. അപ്പൊ മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത് രൂപീകരിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ ഈ അക്ബറിന്റെ സദസ്സിൽ സന്ദർശിച്ച ആളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാസ്റ്റർ റാൽഫിച്ച്. ഇനി ഈ ജഹാംഗീറിനെ സന്ദർശിച്ചാണ് ഇവിടെ ഒരു ഫാക്ടറി ഒക്കെ വാങ്ങാനായിട്ട് അനുമതി മേടിച്ചത്. ജഹാംഗീറിനെ സന്ദർശിച്ചാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ വില്യം ഹോക്കിൻസ് വന്ന് ഒരു അനുവാദം വാങ്ങുകയും ഒരു ഫാക്ടറി ഒക്കെ സ്ഥാപിക്കാനായിട്ട് അനുവാദം വാങ്ങിയത്. അത് ജഹാംഗീറിന്റെ കയ്യിൽ നിന്നാണ്. വില്യം ഹോക്കിൻസ് ആണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്ന് സംസാരിച്ച് ജഹാംഗീറിന്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് അനുവാദം വാങ്ങിയത്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സൂററ്റില് താപ്തി നദിക്കരയില് സ്ഥാപിതമായി. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരൊന്നും പറയണില്ലല്ലോ. കിട്ടിയാ? ക്ലിയർ ആയോ? കേൾക്കണില്ലേ? ഓക്കെ. ഓക്കെ. അങ്ങനെ ഇംഗ്ലീഷുകാര് പലയിടത്തും ഫാക്ടറികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഫാക്ടറി, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം പറയാനുള്ളൂ, സൂററ്റിലാണ് സ്ഥാപിച്ചത്. ആദ്യത്തെ ഒരു ഫാക്ടറി സൂററ്റില് താപ്തി നദിക്കരയില് സ്ഥാപിച്ചു. ഇനി ഇവര് വേറെ സ്ഥലത്തും പല രീതിയിൽ ഇപ്പൊ പണ്ടകശാലകളൊക്കെ ആയിട്ട് വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല ഉണ്ടായിരുന്നു. ഒരു ഫോർട്ടൊക്കെ ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ ഒരു ഫോർട്ട് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറി ആരംഭിച്ചത് മസൂലി പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫാക്ടറി ആരംഭിച്ചത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്, നമ്മളിപ്പോ പറഞ്ഞത് ഇവരിവിടെ സാധാരണ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. പിന്നീട് അവർക്ക് അധികാരമോഹായി, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഇന്ത്യ പിടിച്ചടക്കണം എന്നൊരു ത്വരയിലേക്ക് വന്നു. അപ്പൊ ഇത്ര ഈ ജഹാംഗീറിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ഫാക്ടറി തുടങ്ങാനൊക്കെ അനുവാദം ചോദിച്ച സമയത്തൊക്കെ നമുക്ക് കറക്റ്റ് വാണിജ്യപരമായിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നീടാണ് ഇത് അധികാരം വേണം എന്ന നിലയിലേക്ക് എത്തിയത്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് കേട്ടോ. അപ്പൊ വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷുകാരുടെ അടുത്ത ലക്ഷ്യം, ഈ വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് പറയുമ്പോൾ വേറെയും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര് ഒക്കെ ആ സമയങ്ങളിലൊക്കെ ആയിട്ട് പാരലലി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ്. ഒന്നെങ്കിൽ അവർ ആ സമയങ്ങളിൽ വന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരോടൊക്കെ മത്സരിച്ചാണ് ഈ ഇംഗ്ലീഷുകാര് ജയിച്ച് ഒരു സ്വന്തമായ ഒരു കച്ചവട സാമ്രാജ്യം തുടങ്ങിയത്. അപ്പൊ അതൊക്കെ വിജയിച്ച അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും അധികാരം നേടുക. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലമാണ് ബംഗാൾ.
അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം ബംഗാളിലാണ്. ഇനി ഈ ബംഗാളില് അധികാരം നേടാൻ കമ്പനീനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ഒന്ന് കാർഷിക സമൃദ്ധി. കാർഷികമായിട്ട് ഭയങ്കര സമൃദ്ധിയുള്ള ഒരു ഏരിയയാണ് ബംഗാൾ. അപ്പൊ ബംഗാളിൽ അധികാരം നേടാൻ കമ്പനീനെ പ്രേരിപ്പിച്ചു. അതേപോലെ തന്നെ കച്ചവട സൗകര്യം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ വാണിജ്യ ആവശ്യത്തിന് വന്നവര് പിന്നീട് അവിടെ എങ്ങനെയെങ്കിലും അധികാരം കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള ചിന്തയായി. അങ്ങനെ ആദ്യമായിട്ട് അധികാരം ബംഗാളിൽ പിടിച്ചടക്കി. ഇനി ബ്രിട്ടീഷുകാരുടെ മറ്റു വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഒന്ന് മദ്രാസിൽ ഉണ്ടായിരുന്നു, കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു, ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ മറ്റേത്. ഇനി പ്ലാസി യുദ്ധം. ഇതിന്റെ ബാക്കിയുള്ള യുദ്ധങ്ങളൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഈ കർണാട്ടിക് യുദ്ധങ്ങളിലൂടെയാണ് ഈ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ അടിയാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ കർണാട്ടിക് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരാണ് വിജയിച്ചത്. ഓക്കെ. അപ്പൊ കർണാട്ടിക് യുദ്ധം ഒക്കെ അതിന്റെ ഇടയിൽ നടന്നു. പക്ഷെ ഈ പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധം എന്ന് പറഞ്ഞ രണ്ട് യുദ്ധങ്ങളാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒന്നും കൂടി രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയ രണ്ട് യുദ്ധങ്ങളാണ് പ്ലാസി യുദ്ധം അതേപോലെ തന്നെ ബക്സാർ യുദ്ധം. അപ്പോ ഇതിന്റെ വർഷങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അതുകൊണ്ട് പ്ലാസി യുദ്ധം ഇമ്പോർട്ടന്റ് ആണ്. ഇത് കേരളത്തിലെ കാര്യമല്ല പറയണേ, ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടോ, പഴശ്ശി വിപ്ലവങ്ങളൊക്കെ. ഇത് നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് പറയണത്. അപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 ഈ പറഞ്ഞ പ്ലാസി യുദ്ധം നടക്കുന്നത്. ഈ പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഈ പറഞ്ഞ സിറാജ് ഉദ്ദൗള എന്ന് പറയുന്നത് ബംഗാളിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു. അപ്പൊ ഈ ബംഗാളിലെ ഭരണാധികാരിയായ സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഈ പറഞ്ഞ പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഈ പറഞ്ഞ സിറാജുദ്ദൗള ആളാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കള്ളത്തരം കാണിച്ചാണ് ഇംഗ്ലീഷുകാർ ജയിച്ചത്. കാര്യം അത് കഴിഞ്ഞ് പിന്നീട് ഇവർ പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാര്. അതായത് ഈ മിർജാഫിർ എന്ന് പറഞ്ഞൊരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു ഈ സിറാജുദ്ദൗളയുടെ. അദ്ദേഹമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാര് ഈ പറഞ്ഞ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറുമായിട്ട് കൂടി ചേർന്ന് ചതിക്കോടെയാണ് ഈ പറഞ്ഞ ഇയാളെ വീഴ്ത്തി ഈ റോബർട്ട് ക്ലൈവ് അധികാരത്തിൽ വന്നത്. റോബർട്ട് ക്ലൈവ് ആണ് ഈ ബ്രിട്ടീഷുകാരുടെ ആളായിരുന്നു റോബർട്ട് ക്ലൈവ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ മിർജാഫർ എന്ന് പറയുന്നത് സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു. അപ്പൊ ഈ മിർജാഫറും അതേപോലെ തന്നെ ബ്രിട്ടീഷിന്റെ സൈന്യാധിപനായ റോബർട്ട് ക്ലൈവും കൂടി ഉണ്ടാക്കിയ രഹസ്യമായിട്ടുള്ള ധാരണയോടെയാണ് ഈ പറഞ്ഞ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് ജയിച്ചത്. ഓക്കെ, ആദ്യം ഈ പറഞ്ഞ ബക്സർ യുദ്ധത്തില് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തില് ഈ പറഞ്ഞ സിറാജുദ്ദൗള ജയിച്ചെങ്കിലും ഈ പിന്നീട് ഈ പറഞ്ഞ ഒരു എന്താ പറയാ രഹസ്യ കൂട്ടുകെട്ടിക്കോടെ ആണ് ഈ ചതിച്ച് നേടിയ ഒരു ഇതാണ് ഈ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് ജയിക്കാൻ കാരണമായത്. ഓക്കെ, അതിനെയാണ് ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാസി യുദ്ധം നടന്നത് സിറാജുദ്ദൗളയും അതേപോലെ തന്നെ റോബർട്ട് ക്ലൈവും കൂടിയിട്ടാണ് ഈ പറഞ്ഞ പ്ലാസി യുദ്ധം നടന്നത്. സിറാജുദ്ദൗള അന്ന് ബംഗാളിന്റെ ഭരണാധികാരിയായിരുന്നു. അതേപോലെ തന്നെ റോബർട്ട് ക്ലൈവ് ആ സമയത്ത് ബ്രിട്ടീഷിന്റെ സൈന്യാധിപനായിരുന്നു, ഇംഗ്ലീഷ് സൈന്യാധിപനായിരുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയോ? പ്ലാസി യുദ്ധം ക്ലിയർ ആയോ? ഓക്കെ, സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഈ സിറാജുദ്ദൗള കൽക്കട്ട ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് കൽക്കട്ടയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായി. പിന്നീട് ഈ മിർജാഫർ ചതിച്ച് ആ ബ്രിട്ടീഷുകാര് കൽക്കട്ട തിരിച്ചു പിടിക്കുക അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഓക്കെ, ഈ മിർജാഫർ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി ചതിയിലൂടെ നേടിയതാണ്. ഇതേപോലെ തന്നെ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോ സാമൂതിരിയും
അതേപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ നാലാമനും തമ്മിൽ സാമൂതിരിയുടെ ഒരു നാവികപടയുടെ ആളാണല്ലോ കുഞ്ഞാലി മരക്കാർ 4. അങ്ങനെ ഒരു ചതിച്ച് കുഞ്ഞാലി മരക്കാരനെ കൊന്നൊരു കഥയുണ്ട്. ഓക്കെ, അത് ഞാൻ കേരള ഹിസ്റ്ററി പറയുമ്പോൾ പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ട് ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഓക്കെ, അപ്പൊ ഈ ഒന്ന് പറഞ്ഞത് പ്ലാസി യുദ്ധമാണ്. അതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1757 പിന്നെ ഇതിൽ ഉണ്ടായിരുന്ന ഈ റോബർട്ട് ക്ലൈവ് പിന്നീട് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് കേട്ടോ. 1774 ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. ഓക്കെ, ഇനി ബക്സർ യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ട് ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. അതിന്റെ വർഷമാണ് ഇമ്പോർട്ടന്റ്. 1764 ഡേറ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലാസി യുദ്ധത്തിന്റെ വർഷം പഠിക്കുക. 1757 പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം 1764. ഇനി ഈ ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു അത് കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് കൂടിയിട്ടാണ് പോരാടിയത്. ബംഗാളിലെ നവാബായ മിർ കാസിം, മറ്റേത് മിർ കാസിം അല്ല കേട്ടോ, മിർ ജാഫർ ആണ് കേട്ടോ. ഇത് മിർ ജാഫർ ആണ് രഹസ്യമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത്. ഈ മിർ ജാഫറിന് ശേഷം വന്ന ബംഗാളിലെ നവാബാണ് ഈ പറഞ്ഞ ഇവിടെ പറയണ മിർ കാസിം എന്ന് പറയുന്ന ആള് കേട്ടോ. രണ്ടാള് തന്നെയാണ്, ഒരാളല്ല. ആദ്യം നമ്മൾ പറഞ്ഞത് മിർ ജാഫർ. ഈ പറഞ്ഞ മിർ ജാഫർ ആണ് ബ്രിട്ടീഷുകാരുമായിട്ട് രഹസ്യമായിട്ട് ധാരണയുണ്ടാക്കി ഈ പറഞ്ഞ സിറാജുദ്ദൗളനെ പരാജയപ്പെടുത്തിയത്. ഇത് മിർ ജാഫർ കഴിഞ്ഞിട്ട് വന്ന ബംഗാളിലെ നവാബാണ് മിർ കാസിം. അപ്പൊ ബംഗാളിലെ നവാബായ മിർ കാസിം, അതേപോലെ മുഗൾ രാജാവായ ഷാ ആലം II, അതേപോലെ തന്നെ അവധിലെ നവാബായ ഷൂജാ ഉദ്ദൗള, ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ബക്സാർ യുദ്ധത്തിന്റെ പിന്നില് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അതൊന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ അലഹാബാദ് ഉടമ്പടി വഴിയാണ് ബക്സർ യുദ്ധം ക്ലോസ് ചെയ്ത് ആ വർഷം പഠിച്ചാലും മതി. ബക്സർ യുദ്ധം 1764 പഠിക്കാം. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? ബക്സർ യുദ്ധം വർഷം പഠിച്ചാലും മതി കേട്ടാ. ആരും പറയണില്ലല്ലോ. ബക്സർ എന്ന് പറഞ്ഞ സ്ഥലം ബീഹാറിലാണ് കേട്ടോ, പറയാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഭരണം ബംഗാളില്. ഇനി ഈ ബംഗാൾ കീഴടക്കിയെന്ന് നമ്മളിപ്പോ പറഞ്ഞു. പല യുദ്ധങ്ങളിൽ കൂടെയൊക്കെ ആയിട്ടാണ് കീഴടക്കിയത്. ഞാൻ കുറച്ച് യുദ്ധങ്ങൾ വിട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ചോദിക്കണ ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ ഫോക്കസ് ചെയ്യണേ. അപ്പൊ ഈ ബ്രിട്ടീഷുകാര് ബംഗാൾ കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും കാർഷിക മേഖലയൊക്കെ ഒന്ന് പിടിക്കാം. ഓരോ കാര്യങ്ങളിലായിട്ട് ഇവർ ഇങ്ങനെ ഫോക്കസ് ചെയ്യാണ്. കാർഷിക മേഖലയ്ക്ക് തിരിയാനായിട്ട് കാരണമുണ്ട്, അവരെ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു എന്നാണ് പറയണത്. ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. ഇനി പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി. അപ്പൊ ഇവര് ബംഗാളില് ഈ പറഞ്ഞ നല്ല മണ്ണാണ് അവിടെ കൂടുതലും ഭക്ഷ്യവിളകളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്, കഴിക്കാൻ പറ്റണ ഭക്ഷ്യവിളകള്. പക്ഷെ ഇവരെന്ത് ചെയ്യും, ബ്രിട്ടീഷുകാര് ഇവർക്ക് അന്ന് വ്യവസായ വിപ്ലവമൊക്കെ നടക്കുന്ന സമയം. അപ്പൊ ഇവിടൊക്കെ ഇംഗ്ലണ്ടിലേക്ക് വേണ്ട ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഈ പറഞ്ഞ സ്ഥലത്തെ ഉപയോഗിച്ചു തുടങ്ങി. അതായത് പരുത്തി, ചണം, നീലം ഇതൊക്കെ വസ്ത്രം വ്യവസായങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ റോ മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞ പരുത്തി, ചണം, നീലം ഒക്കെ. അപ്പോ അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ കമ്പനി ഈ ബ്രിട്ടീഷുകാര് ഈ ഭക്ഷ്യവിളവുകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന കൃഷിയിടങ്ങൾ അവർ ഈ പറഞ്ഞ പരുത്തിയും ചണവും നീലവും ഒക്കെ ആയിട്ടുള്ള തോട്ടങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയാ ഈ സ്വാതന്ത്ര്യ സമരത്തിന് പ്രതിഷേധിക്കാൻ ബ്രിട്ടീഷുകാരുടെ അടുത്ത് അതിന്റെ തർക്കങ്ങള് അല്ലെങ്കിൽ ഇതിന്റെ വഴക്കുകൾ ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും അവനേതായ റീസൺ ഉണ്ട്. അല്ലാണ്ട് ആദ്യമേ ഇങ്ങനെ ഒരു ദേശാഭിമാനം കൊണ്ട് ബ്രിട്ടീഷുകാരെ എതിർത്തവരൊന്നും അല്ല. അപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരെ എതിർക്കാനായിട്ട് തോന്നിയത്. ചിലത് സൈനിക സഹായ വ്യവസ്ഥ കാരണമാവും, ദത്താവകാശ നിരോധന നിയമം കാരണമാവും, അല്ലെങ്കിൽ കർഷകർക്ക് നികുതി അടയ്ക്കാനില്ലാത്തതുകൊണ്ടാവാം, നെയ്ത്തുകാർക്ക് അവരുടെ ഉപജീവന മാർഗം പോയതുകൊണ്ടാവും. അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് റീസൺ. അപ്പൊ അതാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അപ്പൊ ബംഗാൾ കീഴടക്കിയതോടുകൂടി ഈ പറഞ്ഞ ഇവർക്ക് മനസ്സിലായി ബംഗാൾ എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ പരുത്തി, ചണം, നീലമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസിനെ അവിടെ ബ്രിട്ടനിൽ കൊണ്ടുപോകാം, അവിടെ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഇതിന്റെ റോ മെറ്റീരിയൽസ് വെച്ച് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി തിരിച്ച് ഇന്ത്യയിൽ തന്നെ കൊണ്ട് വിറ്റഴിക്കാം. അങ്ങനെ പല ഉദ്ദേശങ്ങൾ. അപ്പൊ ഈ കർഷകർ ആ സമയത്ത് നേരിട്ട പ്രശ്നങ്ങളാണ് ഈ കർഷകർക്ക് മേല് അമിതമായിട്ട് നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. കർഷകർക്ക് മേല് അമിതമായി നികുതി അടിച്ചേൽപ്പിച്ചു. ഇനി വരൾച്ചയും വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞ് കൃഷി നശിക്കും. എന്നാൽ കൂടി ഇവർക്ക് എന്ത് കിട്ടില്ല, നികുതിക്ക് ഒരു ഇളവും ഉണ്ടായിരുന്നില്ല. ഈ നികുതി പിരിച്ചെടുക്കാനായിട്ട് ഈ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. അപ്പൊ ഈ ജമീന്ദാർമാരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമീന്ദാർമാർക്ക് എന്തായാലും ഈ ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരനാ. ഈ കൃഷിക്കാരുടെ ഈ പൈസ നികുതി പിരിച്ചെടുക്കേണ്ട ജോലിയാണ് ഈ ജമീന്ദാർമാർക്കുള്ളത്. അപ്പൊ ജമീന്ദാർമാർ എന്ത് ചെയ്യും, എന്തായാലും ഇപ്പൊ വരൾച്ച വന്നു, വെള്ളപ്പൊക്കം വന്നു, കൃഷിക്കാരുടെ കയ്യില് നികുതി അടയ്ക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ജമീന്ദാർമാര് ഫോഴ്സ്ഫുള്ളി കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ജമീന്ദാർമാർക്ക് ഇത് ബ്രിട്ടീഷുകാർക്ക് കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജമീന്ദാർമാർക്ക് ആ ഒരു പോസ്റ്റ് ബ്രിട്ടീഷുകാരെ എടുത്ത് കാട്ടിക്കളയും. അപ്പൊ ജമീന്ദാർമാർ ഇവരെന്ത് ചെയ്യും, കൃഷിക്കാരെ ഞെക്കി പിഴിഞ്ഞിട്ടായാലും ആ നികുതി വാങ്ങിയെടുക്കും. ജമീന്ദാർമാര് അങ്ങനെ തന്നെ അത് ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുകൊടുക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ജമീന്ദാർമാർക്കുള്ള ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ നികുതി പിരിക്കാനുള്ള ആ പോസ്റ്റ് അവരിൽ നിന്ന് ജമീന്ദാർമാർക്ക് പിന്നെ കിട്ടില്ല. അതുകൊണ്ട് ഇവരും ജമീന്ദാർമാരും ഒരു രീതിയിലും കൃഷിക്കാരെ സഹായിച്ചിട്ടുണ്ടായില്ല. അപ്പൊ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഇനി നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ പേരാണ് സാഹുക്കാർ. ഈ സാഹുക്കൾ എന്ന് പറഞ്ഞ ഇനിയും ചിലപ്പോൾ ടേമൊക്കെ കേൾക്കും. അവരാണ് ഈ പണത്തിന് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സാഹുക്കാർ. ഈ ജമീന്ദാർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനിലക്കാരാണ്. അവര് ഈ കൃഷിക്കാരുടെ നിന്ന് നികുതി പിടിച്ച് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് ജമീന്ദാർമാര്. ഇനി ഗോത്ര ജനതയ്ക്കും ഇതേപോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് കുറെ വന നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ അതെന്തിനാ, വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന നിയമങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കമ്പനി വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. അവരെ സംബന്ധിച്ച് എന്താ, ഗോത്ര ജനത അവരാ വനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവിടെയുള്ള വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് ഭക്ഷണം കഴിച്ച് അവരുടെ രീതിയിൽ കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഗോത്ര ജനതയ്ക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ കാരണം വന്നു. ഇനി നെയ്ത്തുകാരെ സംബന്ധിച്ചോ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ തുടങ്ങി. അതിന് കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ബംഗാളിലൊക്കെ പരുത്തി, അതേപോലെ തന്നെ നീലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡിഗോ ആ കളറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇൻഡിഗോ അതേപോലെ തന്നെ ചണം ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അവരത് കൊണ്ട് എന്താ ചെയ്യാ,
ഈ പറഞ്ഞ ബ്രിട്ടനിൽ കൊണ്ടുപോയി അവിടുത്തെ ഫാക്ടറികളിൽ അത് നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് ഈ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പരുത്തിയും ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ പോയി മിഷണറീസിന്റെ സഹായത്തോടു കൂടി അത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കും. അപ്പോ ഈ പറഞ്ഞ അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അപ്പൊ അവിടെ ഈ മെഷീനറീസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ട് അവർക്ക് അധികം ലേബർ കോസ്റ്റ് വരില്ല. പിന്നെ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് തുച്ഛമായ വിലക്കാണ് കൊണ്ടുപോകുന്നത്. തുച്ഛമായ രീതിയിൽ കാശിന് കൊണ്ടുവന്നു. അവിടെ ലേബർ കോസ്റ്റ് അധികം വരുന്നില്ല. അപ്പൊ അവിടെ നിന്നുള്ള ആ പ്രൊഡക്ട്സ് നമ്മുടെ നാട്ടിൽ എത്തിക്കുമ്പോ നമ്മുടെ സാധാരണ നെയ്ത്തുകാരെന്ത് ചെയ്യും? കൈകൊണ്ട് നെയ്തു ഒക്കെ ഉണ്ടാക്കണതാണ്. അപ്പോ അതിന് ഡിമാൻഡും കാര്യം നെയ്ത്തുകാരുടെ സാധനങ്ങൾക്ക് കുറച്ചും കൂടി പൈസ കൂടുതലായിരിക്കും കൈകൊണ്ട് ചെയ്യണത് കൊണ്ട്. ലേബർ കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നെയ്ത്തുകാരെ അപ്പൊ എല്ലാവരും കാശ് കുറവിന്റെ സാധനമല്ലേ മേടിക്കുള്ളൂ. അപ്പൊ നെയ്ത്തുകാർക്ക് തൊഴില് നഷ്ടപ്പെടാനായിട്ട് കാരണമായി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഡ്രസ്സ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണ സാധനം അത്രയും വലിയ ഫംഗ്ഷൻ ഒക്കെ വന്നാലല്ലേ വലിയ വില കൊടുത്ത് മേടിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വല്ല മെഷീൻ എംബ്രോയിഡറി ചെയ്യണതോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഡ്രസ്സ് അല്ലേ മേടിക്കുള്ളൂ. അപ്പൊ മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്ന ഒരു ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം? പൈസ വളരെ കുറവായിരിക്കും. ഹാൻഡ് എംബ്രോയിഡറി ആകുമ്പോൾ അതനുസരിച്ച് കാശ് കൂടും. അത് തന്നെ. അപ്പൊ അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ഇനി ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇതൊക്കെയാണ് നെയ്ത്തുകാരുടെ പ്രശ്നങ്ങളായിരുന്നത്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഭാഗമല്ലേ. ഇനി അപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഈ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഈ കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിനിരയായ വിഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കർഷകര്, നെയ്ത്തുകാര്, കൈത്തൊഴിലാളികള്, അതേപോലെ തന്നെ ഗോത്രവർഗക്കാർ. ഓരോരുത്തർക്ക് പ്രതിഷേധിക്കാനും ബ്രിട്ടീഷുകാരെ വേർക്കാനായിട്ട് ഓരോ റീസൺ ഉണ്ട്. അപ്പൊ അതിലെ കുറച്ച് കലാപങ്ങൾ നമുക്ക് നോക്കാം. ഒരെണ്ണാണ് കട്ടബൊമ്മൻ കലാപം. ഈ കട്ടബൊമ്മൻ കലാപം എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി പ്രശ്നത്തിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നടത്തിയ കലാപമാണ് കട്ടബൊമ്മൻ കലാപം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1857. അതിനു മുന്നേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നടന്ന ഒരു ദക്ഷിണേന്ത്യയിൽ നടന്ന ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ വന്ന ഒരു നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടത്തിയ കലാപമാണ് കട്ടബൊമ്മൻ കലാപം. അത് നടത്തിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അദ്ദേഹത്തിന്റെ ഈ കലാപത്തിന്റെ മറ്റൊരു പേരാണ് പോളിഗർ കലാപം. കട്ടബൊമ്മൻ കലാപത്തിന്റെ മറ്റൊരു പേരാണ് പോളിഗർ കലാപം. ഇനി തമിഴ്നാട്ടിലെ പാഞ്ചാലക്കുറിച്ചി പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ഒരു പ്രാദേശിക നേതാവാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അപ്പൊ അദ്ദേഹത്തിന്റെ നികുതി പ്രശ്നത്തിനെതിരായിട്ട് നടത്തിയ കലാപമാണ് കട്ടബൊമ്മൻ കലാപം അല്ലെങ്കിൽ പോളിഗർ കലാപം എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ കയറി വരും, അതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ ഇതൊക്കെ ഒരു പ്രദേശത്ത് നടന്ന ഒരു കലാപങ്ങൾ, അതാണ് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടാതിരുന്നത്. 1857 കലാപം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന ഒരു കലാപമാണ്. ഇത് ഓരോ പ്രദേശത്ത് അല്ലെങ്കിൽ ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവര് മാത്രം നടത്തുന്ന പ്രാദേശിക കലാപങ്ങളായതുകൊണ്ടാണ് പകുതിയൊന്നും പേര് കിട്ടാണ്ട് പോയത് കേട്ടോ. അപ്പൊ കട്ടബൊമ്മൻ കലാപം. ഇനി ഈ പാഞ്ചാലക്കുറിഞ്ചി സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലിയിലാണ്. ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന കട്ടബൊമ്മൻ സമരം 1799 അവസാനിച്ചു. ഈ പറഞ്ഞ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ എന്നിട്ട് തൂക്കിലേറ്റി. അത് 1799 ഇദ്ദേഹത്തെ തൂക്കിലേറ്റുകയൊക്കെ ചെയ്തു. അപ്പൊ നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന കലാപമാണെന്ന് പഠിക്കുക, കട്ടബൊമ്മൻ കലാപം. അത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് നടത്തിയെന്ന് പഠിക്കുക. വേറൊരു പേര് പോളിഗർ കലാപം. ഇനി അടുത്തതാണ് വെല്ലൂർ ലഹള. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ സിപ്പായിമാര് നടത്തിയ ആദ്യ കലാപമാണ് വെല്ലൂർ ലഹള. അതായത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സിപ്പായിമാരുടെ തന്നെ ലഹളയാണ് വെല്ലൂർ ലഹള.
ഈ വെല്ലൂർ ലഹള നടന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക 1857 ഈ പറഞ്ഞ ഒരു ശിപ്പായിയുടെ ഒരു ഇതുണ്ടല്ലോ അതിലും ഉണ്ടായിരുന്നു. അത് പല റീസൺ ഉണ്ടായാലും അതിലൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവർക്ക് പുതിയതായിട്ട് കൊടുത്ത എൻഫീൽഡ് തോക്കുകളില് പന്നിയുടെ കൊഴുപ്പ് ചേർത്തണ്ട്, അതേപോലെ ചപ്പാത്തിയിൽ എല്ലുപൊടി ചേർത്തണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് നടന്നത്. ഓക്കെ, ഇത് പ്രാദേശികമായിട്ട് വലിയൊരു പ്രദേശത്ത് നടന്ന ഒരു ലഹളയാണ്. അപ്പൊ വെല്ലൂർ ലഹള നടന്നത് 1806 ജൂലൈ 10 തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് നടക്കുന്നത്. ആ സമയത്ത് വില്യം ബെന്റിക് പ്രഭു ആണ് മദ്രാസിന്റെ ഗവർണർ ആയിരുന്നത്. ഇനി ഈ സൈനികർക്കിടയിൽ നടപ്പിലായ വേഷ പരിഷ്കാരം കൊണ്ടാണ് ഈ പറഞ്ഞ വെല്ലൂർ ലഹള ഉണ്ടായത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ സിപ്പായിമാര് നടത്തിയ ഒരു കലാപമാണ് വെല്ലൂർ കലാപം. അറിഞ്ഞു വെച്ചാൽ മതി. സൈനികർക്ക് നടപ്പിലാക്കിയ വേഷ പരിഷ്കാരം കൊണ്ടാണ് ഇത് നടന്നത്. ഇനി സന്യാസി കലാപത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. ഓക്കെ, സന്യാസി കലാപത്തിൽ എന്ന് ഓർക്കുമ്പോ നമുക്ക് ഓർമ്മ വരേണ്ടത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലാണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് വന്ദേമാതരം ഒക്കെ എടുത്തത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ സന്യാസി കലാപം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. ഇനി പബാനി പതക്, ദേവി ചൗധരാണി എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപം. പബാനി പതക്, ദേവി ചൗധരാണി. ഈ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവല് 1882 എഴുതിയത്. ഈ പറഞ്ഞ ആനന്ദമഠം നോവലിൽ നിന്നാണ് നമ്മൾ ഈ വന്ദേ മാതരം എന്നത് എടുത്തത്. പിന്നെ ഈ ആനന്ദമഠം എന്ന ബംഗാളി നോവലിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു ഭവാനന്ദൻ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഭവാനന്ദൻ. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ സന്യാസി ഫക്കീർ കലാപം, ഈ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ എഴുതിയത്. ഈ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം കടം കൊണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ, സൂറത്ത് എവിടെയ സ്ഥലം? ഗുജറാത്ത് ആണ് കേട്ടോ. സൂറത്തിൽ സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകിയ ഭരണാധികാരി ആര്? പറയൂ, ആൻസർ പറയൂ. പറയൂ, ആർക്കും കിട്ടണല്ലോ ആൻസർ. ആരും ആൻസർ പറയാത്ത കിട്ടണില്ലേ? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് ആരാന്ന്? വിൻസ്റ്റൺ ചർച്ചിൽ ആണോ ഉദ്ദേശിച്ചത്? അദ്ദേഹല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആർക്കും ആൻസർ കിട്ടണില്ലേ? ഓക്കെ, ഞാൻ PDF ആ ഭാഗം കാണിച്ചു തരാം. നിങ്ങൾ തന്നെ വായിച്ചിട്ട് ആൻസർ പറ. ഉറങ്ങാൻ തോന്നുന്നു എല്ലാവരും. ഇതൊന്ന് വായിച്ചേ, ഇനി ആൻസർ പറഞ്ഞേ. എല്ലാവർക്കും കിട്ടിയ ജഹാംഗീർ ആണ് കേട്ടോ.
വില്യം ഹോക്കിൻസ് അനുവാദം ചോദിച്ച ആളാണ്. അനുമതി കൊടുത്തത് ജഹാംഗീർ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു വില്യം ഹോക്കിൻസ് കേട്ടോ. ഇതെന്താ ആരും ശ്രദ്ധിക്കണില്ലേ? ഇന്ത്യയില് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. പ്ലാസി യുദ്ധം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയ പ്ലാസി യുദ്ധത്തിന്റെ വർഷം കൂടി പറഞ്ഞോ. ഞാൻ നോക്കണ 1757. ബാക്കിയുള്ളവർക്ക് കിട്ടണ്ടോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഇതൊക്കെ 10ാം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. 10th പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആളെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഓർത്തെടുത്തേ. കിട്ടുന്നുണ്ടോ? ആർക്കും കിട്ടണില്ലേ? നോക്കി വായിക്കി എന്നിട്ട് പറ. പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആൻസർ പറഞ്ഞേ. റോബർട്ട് ക്ലൈവ് അല്ലെ, റോബർട്ട് ക്ലൈവ്. ഓക്കെ, ഈ ഭാഗം വലിയ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഇനി അടുത്തതാണ്, ഇപ്പൊ നമ്മൾ സന്യാസി കലാപം പറഞ്ഞു. ഇനി അടുത്തത് നഗോഡകളെ പറ്റിയാണ് പറയണത്. നഗോഡകൾ എന്ന് പറയണത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ എന്ന് പറയണ ആൾക്കാര്. ഇനി ഈ ബംഗാളില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം സ്ഥാപിച്ചതോടുകൂടി ഈ പറഞ്ഞ ഉദ്യോഗസ്ഥര് നഗോഡകളെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ ഇവര് എന്ത് ചെയ്യും? ഈ നഗോഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷിക്കാരാണ്. അപ്പൊ ഇവരെ ഇങ്ങനെ ചൂഷണം ചെയ്ത് കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? അവസാനം ജീവിതം വഴിമുട്ടി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവരുടെ കുലത്തൊഴിലാണ് ഈ പട്ടുനൂൽ കൃഷി എന്ന് പറയണത്. അവരെന്ത് ചെയ്തു? ഈ സ്വന്തം പെരുവിരല് മുറിച്ചു മാറ്റുക. ഈ പെരുവിരല് വെച്ചിട്ടാണ് അവർ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പെരുവിരല് മുറിച്ചു മാറ്റി. അപ്പൊ ഈ നഗോഡകൾ ആരാന്ന് ചോദിക്കും. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അപ്പൊ ആ വിരലില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആണ് നഗോഡകൾ. ഇനി അടുത്തതാണ് നീലം കലാപം. നീലം കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമാണ് ബംഗാൾ കേട്ടോ. നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്രയുടെ നീൽദർപ്പണം നമ്മൾ മുന്നേ സാഹിത്യത്തില് കലയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ള ഒരു ഒരു നാടകമാണ്. നാടകം എന്ന് തന്നെ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദമഠം ഒക്കെ നോവലാണ്. ദീനബന്ധു മിത്രയുടെ നീൽദർപ്പണം ഒരു നാടകമാണ്. അപ്പം ആ നാടകമാണ് നീൽദർപ്പൺ. ഇനി ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1859. ഈ നീലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. ഈ ബ്രിട്ടീഷുകാരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച അവസാനം ആ പറഞ്ഞ നീലം ഒന്നും ഇവര് ഉപേക്ഷിക്കാണ്ടായി, ഇവര് വാങ്ങിക്കാണ്ടായി ബ്രിട്ടീഷുകാര്. അങ്ങനെയാണ് ഈ നീലം കലാപമൊക്കെ വരുന്നത്. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. ആദ്യം കുറെ പൈസയൊക്കെ കൊടുത്ത് നീലം കൃഷി തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അവസാനം ആയി കഴിഞ്ഞപ്പോ അവിടെ ഈ നീലത്തിന് പകരം ആർട്ടിഫിഷ്യൽ കളേഴ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഇവരുടെ ഈ പറഞ്ഞ നീലം ആരും വാങ്ങാണ്ടായി. അങ്ങനെയൊക്കെയാണ് നടക്കണതിന്റെ ഒരു കാര്യം. ഓക്കെ, അപ്പൊ അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളൊക്കെ കലാപത്തില് ഈ പറഞ്ഞ പങ്കാളികളായി. ഓക്കെ, പല കാരണം ഉണ്ട് കേട്ടോ നീലം കലാപം നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കർഷകരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും അങ്ങനെ പല രീതിയിൽ. അപ്പൊ 1859 നീലം കലാപം നടന്നത്. അത് അവരുടെ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദീനബന്ധു മിത്രയുടെയാണ് നാടകം നീൽ ദർപ്പൺ.
1859. ഇനി ഈ പറഞ്ഞ നീലം കൃഷിക്കാരുടെ കാര്യങ്ങൾ പറയണ കുറച്ച് വാക്കുകളാണ്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് DG ഡെണ്ടുൽക്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പറഞ്ഞത്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇനി ഈ വില്യം ബെന്റിക് പ്രഭു തന്നെ പറഞ്ഞതാണ്, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭു ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭു. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്കുറയിലിനാൽ കീറി മുറിക്കുകയും രക്തം ഊറ്റി കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് DH ബുക്കാനൻ. ചോദിക്കാറുണ്ട് കേട്ടോ, വില്യം ബെന്റിക് പ്രഭു ഒക്കെ എപ്പോഴും ചോദിക്കണതാ. ഓക്കെ, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകള് ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, നോർത്ത് ഇന്ത്യയിലോ ഇങ്ങനെയുള്ള കരിമ്പും തോട്ടം അങ്ങനെയുള്ള തോട്ടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് പറയണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് ഡക്കാൻ കലാപം. ഡക്കാൻ കലാപം നടന്ന വർഷം 1875. ഡക്കാൻ കലാപത്തിന്റെ വർഷമാണ് 1875. ഡക്കാൻ മേഖലയില് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, പണം പലിശയ്ക്ക് കൊടുക്കണവരെ അറിയപ്പെടുന്ന പേരാണ് സാഹുക്കൾ. അപ്പൊ ഡക്കാൻ മേഖലയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അറിയപ്പെട്ടിരുന്നതാണ് സാഹുക്കൾ. ഇനി ഈ സാഹുക്കളുടെയും വലിയ കച്ചവടക്കാരുടെയും പ്രദേശമായിരുന്നു സുപ്പ എന്ന് പറഞ്ഞ സ്ഥലം. സുപ്പ എന്ന് പറഞ്ഞ ഇന്നത്തെ പൂനെയിലുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ഡക്കാൻ കലാപം നടക്കുന്നത്. അപ്പൊ ഈ ഡക്കാൻ കലാപത്തിന്റെ കേന്ദ്രമാണ് സുപ്പ. 1874 മെയ് 12 ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള കലാപകാരികൾ സംഘടിച്ച് കച്ചവടക്കാരെ ആക്രമിക്കുകയും തങ്ങളുടെ കണക്ക് പുസ്തകങ്ങളും കടപത്രങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു. അവർ കണക്ക് പുസ്തകങ്ങൾ കത്തിക്കുകയും ധാന്യക്കടകൾ കൊള്ളയടിക്കുകയും ചില അവസരങ്ങളിൽ സാഹുക്കാരുടെ വീടുകൾ തീവയ്ക്കുകയും ചെയ്തു. ഇതൊന്നുമില്ല, സാഹുക്കാരെന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവർക്ക് ഗതികേട് കൊണ്ട് ഇവരെന്ത് ചെയ്തു, കലാപകാരികള് ഈ പറഞ്ഞ സാഹുക്കാരെ ആക്രമിച്ച് അവരുടെ വീടിന് തീ വെച്ചു. അതേപോലെ തന്നെ അവരുടെ കണക്ക് പുസ്തകമൊക്കെ കത്തിച്ചു, കടപ്പത്രമൊക്കെ ആവശ്യപ്പെട്ടു. ആ കലാപത്തെ പറയുന്ന പേരാണ് ഡക്കാൻ കലാപം. നടന്നത് പൂനെയിലാണ്. ഇന്നത്തെ പൂനെയില് സുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1875 നടന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ആരാ നഗോഡകൾ എന്ന് പറഞ്ഞേ? നഗോഡകൾ ആരാ? മറന്നു പോയ്യാ? നിങ്ങക്ക് കിട്ടണില്ലേ? നഗോഡകൾ ആരാ? കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യല്ലേ? നഗോഡകള് ബംഗാളിലെ പട്ടുനൂൽ കൃഷി. പട്ടുനൂൽ കൃഷിക്കാരാണ്. അവര് സ്വന്തം പെരുവേരിലൊക്കെ മുറിച്ച് പ്രതിഷേധിച്ച ആൾക്കാരാണ് നഗോഡകൾ. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ഗോത്ര കലാപങ്ങളാണ്. ഗോത്ര കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയണത്. ഈ ഗോത്ര ജനതയുടെ ജീവിതോപാധികളാണ് ഒന്ന് പൂനം കൃഷി. ഇതൊരു ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആണ് കേട്ടോ. വേട്ടയാടല്, വനവിഭവങ്ങൾ ശേഖരിക്കല്, കന്നുകാലി വളർത്തൽ, ഇങ്ങനെയൊക്കെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കുറെ വന നിയമങ്ങൾ നടപ്പിലാക്കി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങള് ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. പിന്നെ ഇവരോട് പണമായിട്ട് തന്നെ നികുതിയൊക്കെ ചോദിച്ചു തുടങ്ങി, അവരുടെ എവിടെ പണമായിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗോത്ര കലാപങ്ങൾ നടക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമാക്കി. ഇനി വനങ്ങളെ സംരക്ഷിത പ്രദേശമാക്കിയതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ വനത്തെ സംരക്ഷിത പ്രദേശമാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള പരിസരവാസികൾക്ക് പോലും അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റില്ലല്ലോ, എല്ലാ സ്ഥലത്തേക്കും കടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഗോത്ര കലാപങ്ങളാണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പഹാരി കലാപം, കോൾ കലാപം, ഗാസി കലാപം, ബീൽ കലാപം, മുണ്ട കലാപം, അതേപോലെ തന്നെ സന്താൾ കലാപം. ഈ സന്താൾ കലാപം, പഹാരി കലാപം ഇതൊക്കെ
എന്ത് കലാപമാണ്? ഗോത്ര കലാപങ്ങളാണെന്ന് പഠിക്കുക കേട്ടോ. പഹാരി കലാപം, കോൾ കലാപം, ഗാസി, ബീല്, മുണ്ട. ഗാസി, ബീൽ, മുണ്ട, സന്താൾ, പഹാരി. താഴെ തന്നിരിക്കുന്നവയിൽ ഗോത്ര കലാപത്തിൽ പെടാത്തത് ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പഹാരി, കോള്, ഗാസി, ബീൽ, മുണ്ട, സന്താള്. കുറച്ച് കലാപങ്ങൾ, ഗോത്ര കലാപങ്ങൾ നമുക്ക് പഠിക്കാം. പഹാരിയകൾ അവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരു കുന്നാണ് രാജ്മഹൽ കുന്ന്. അവിടെ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗക്കാരാണ് ഈ പറഞ്ഞ പഹാരിയകൾ. അപ്പൊ ഈ ബംഗാൾ പ്രവിശ്യയില് വ്യാപിച്ചിരുന്ന രാജ്മഹൽ കുന്നുകളിൽ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗമാണ് പഹാരിയകൾ. ഇവര് പാവങ്ങള് ഈ വനവിഭവങ്ങൾ ഒക്കെ ശേഖരിച്ചു, അതേപോലെ വനത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ ഒക്കെയാണ് ഈ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നത്. അതായത് വനത്തിന് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ആണ് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചാണ് ഇവരവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ആര്? ഈ പഹാരിയകളും. ഇനി ഈ പഹാരിയകളും ബ്രിട്ടീഷുകാരും തമ്മിൽ അവസാനം എന്തുണ്ടായി? സംഘർഷങ്ങൾ ഉണ്ടായി. അതിന് കാരണം എന്താ? ബ്രിട്ടീഷുകാര് കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായ രീതിയിൽ ഉൽപാദനം നടത്താനും നികുതി വർദ്ധിപ്പിക്കാനുള്ള അവസരമായിട്ട് വനം വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള കൃഷി വ്യാപനത്തെ കണ്ടു. ഈ വനം വെട്ടിത്തെളിച്ച് അവരെന്ത് ചെയ്യുക? റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർക്ക് വേണ്ട കൃഷികളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ നികുതി വർദ്ധിപ്പിക്കാനായിട്ട് ഒക്കെ അവസരമായിട്ട് അതൊക്കെ കണ്ടു. അപ്പൊ അവരുടെ വനമൊക്കെ വെട്ടിത്തെളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അവരുടെ കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായ ഉൽപാദനമൊക്കെ നടത്താനായിട്ട് ഈ പറഞ്ഞ വനം വെട്ടിത്തെളിക്കാൻ തുടങ്ങി. അപ്പൊ പഹാരികൾക്ക് അത് പറ്റില്ല. കാര്യം അവർ ഈ വനം കൊണ്ടാണ് ഉപജീവന മാർഗം കഴിക്കണേ. അപ്പൊ ഈ വനങ്ങള് വെട്ടി തെളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജീവിക്കാൻ തന്നെ പറ്റില്ല. ഇനി ഇതിനു വേണ്ടി സെമീന്ദാർമാരും ജോതേട്ടന്മാരും എല്ലാ സഹായവും, ഇവരെന്ന് പറഞ്ഞാലും ഇതേപോലെ നികുതി പിരിക്കണ ആൾക്കാരൊക്കെ തന്നെയാ കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി സെമീന്ദാർമാരും അതേപോലെ തന്നെ ജോട്ടേദാർമാരും എല്ലാ സഹായങ്ങളും ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്തു. ഇനി ഈ ബ്രിട്ടീഷുകാർ എപ്പോഴും വിചാരിക്കണത് പഹാരികളെ സംസ്കാരം ഉള്ളവരാക്കണം, അതേപോലെ ആധുനിക കൃഷിയൊക്കെ പരിശീലിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ശ്രമിക്കുകയാണ് ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇനി അടുത്തത് നമ്മൾ സന്താൾ കലാപം പറയും. ഈ സന്താൾ കലാപം എന്ന് പറയുന്നത് ഈ രാജ്മഹൽ കുന്നുകളിൽ തന്നെ നടന്ന ഒരു കലാപമാണ് ഈ പറഞ്ഞ സന്താൾ കലാപം. ഈ സന്താൾ എന്ന് പറഞ്ഞ ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്മഹൽ കുന്നിലേക്ക് ഈ ബ്രിട്ടീഷുകാർ വിളിച്ചോണ്ട് വരികയാണ് ചെയ്തത്. അപ്പൊ ഇവരെന്ന് പറഞ്ഞ വനത്തിന് കോട്ടമൊന്നും തട്ടാണ്ടുള്ള കൃഷി രീതിയാണ്. അപ്പൊ അവരും ഗോത്ര ജനത തന്നെയാ സന്താളുമാര്. അപ്പൊ ഈ സന്താളുമാര് വന്ന് ഈ രാജ്മഹൽ കുന്നുകൾ ഇങ്ങനെ കൈയടക്കി കഴിഞ്ഞപ്പോ പഹാരികൾക്ക് പിന്നെയും ഉള്ളിലേക്ക് കൊടും വനത്തിലേക്ക് ഉൾവലിയേണ്ടി വന്നു. ലാസ്റ്റ് ഈ സന്താളുമാരെ ചൂഷണം ചെയ്തു തുടങ്ങിയപ്പോ സന്താൾമാര് പ്രതികരിച്ച് സന്താൾമാര് വേറെ കലാപം ഉണ്ടാക്കി. അതാണ് സന്താൾ കലാപം. ഓക്കെ. അപ്പൊ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് സന്താളുമാർ. അപ്പൊ അവര് താമസിച്ചിരുന്ന കേന്ദ്രങ്ങളെ പറയുന്ന പേരാണ് ദാമിൻകോ എന്ന് പറയണത്. അത് ഇവർ കൊടുത്ത ഒരു ഏരിയ ആണ്. അപ്പൊ ദാമിൻകോ ഈ ബ്രിട്ടീഷുകാർ കൊടുത്ത ഒരു ഏരിയ. ദാമിൻകോയിൽ അധിവസിച്ചിരുന്ന ആൾക്കാരാണ് സന്താളുകൾ. ഈ സന്താളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വിളിച്ചോണ്ട് വന്നാണ് ബ്രിട്ടീഷുകാർ. അവരും ഗോത്രജനത തന്നെ. ഇനി കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരായിരുന്നു സന്താളുമാര്. ഇനി ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി. സന്താളുകൾ മരം മുറിച്ച് കാട് വെട്ടിത്തെളിച്ച് നിലം ഉഴുതു മറിച്ച് കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവരുടെ അടുത്തും നികുതിയായിട്ട് പൈസയൊക്കെ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷുകാർ. പിന്നെ മറ്റവരാണെങ്കിൽ പഹാരികളാണെങ്കിൽ വനത്തിന് കോട്ടം തട്ടാണ്ട് ഉള്ള കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പൊ ഈ ബ്രിട്ടീഷ് ആധിപത്യം ഈ സന്താൾ ജനതയുടെ കുറച്ച് കഴിഞ്ഞപ്പോ സന്താളുമാരെ ചൂഷണം ചെയ്തു തുടങ്ങി ബ്രിട്ടീഷുകാർ. അപ്പൊ അവർക്കും നിലനിൽപ്പ് പറ്റില്ല എന്ന് കണ്ടപ്പോ ബ്രിട്ടീഷുകാരുടെ അടുത്ത് എതിർക്കാൻ തുടങ്ങി അവര്. ഇനി സന്താളുകളുടെ കുടിയേറ്റം പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ തമ്മിൽ അത് സംഘർഷങ്ങൾക്ക് കാരണമായി. അതിൽ പഹാരികൾ പരാജയപ്പെട്ടു. അവർ മലയുടെ വരണ്ട ഭാഗത്തേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇനി പഹാരികളുടെ ശക്തി മുഴുവൻ ക്ഷയിച്ചതോടുകൂടി സന്താളുകൾ കൃഷി മാത്രമല്ല വ്യാപാര ഉൽപാദനങ്ങളും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇനി ഈ സന്താളുകളെ ചൂഷണം ചെയ്ത ജമീന്ദാർ, ഹുണ്ടികക്കാർ, ഇതൊക്കെ ഈ പറഞ്ഞ ഇടനിലക്കാരും അല്ലെങ്കിൽ പൈസക്ക് കടം കൊടുക്കണ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം സംഘടിപ്പിച്ചു. അങ്ങനെയാണ് സന്താൾ കലാപം നടന്നത്. വർഷം 1855 സന്താൾ കലാപം നടന്നത്. ഈ സന്താൾ കലാപം നടന്നത് കൊള്ള പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരെയാണ്
സന്താൾ കലാപം അല്ലെങ്കിൽ സാന്താൾ കലാപം നടന്നത്. ആ സാന്താൾ കലാപത്തിന്റെ പ്രാദേശിക നേതാക്കളാണ് സിദ്ധു കാനു. ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ 4 പോയിന്റ്സ് എങ്കിലും പഠിക്കുക. സാന്താൾ കലാപം നടന്നത് 1855 ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധു കാനു ആണ്. അതേപോലെ സാന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസിയുടെ രചയിതാവ് ഇത് ആരാന്ന് ചോദിക്കും. രണജിത് ഗുഹ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതിന്റെ രചയിതാവ്. എലിമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസിയുടെ രചയിതാവ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. ആരൊന്നും പറയണില്ലല്ലോ. ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ജോട്ടേദാർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ ഏക്കർ കണക്കിന് കൃഷിഭൂമി കൈവശം ഉണ്ടായ വലിയ ധനികരൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് മെയിൻ പരിപാടി ഈ പ്രാദേശിക വ്യാപാരം നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ഈ ജമീന്ദാമാര് ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുക്കുക, അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാര്. ഓക്കെ, മനസ്സിലായോ നിങ്ങക്ക്? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. ഓപ്ഷൻ എ തിരുനെൽവേലി, ഓപ്ഷൻ ബി മൈസൂർ, ഓപ്ഷൻ സി സേലം, ഓപ്ഷൻ ഡി കൊച്ചി. യൂണിവേഴ്സിറ്റി LGS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ കിട്ടിയോ? തിരുനെൽവേലിയിലാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് കേട്ടോ. അടുത്തത്, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമായി രചിച്ച നോവൽ. ഓപ്ഷൻ എ നീൽ ദർപ്പൺ, ഓപ്ഷൻ ബി ഗീതാഞ്ജലി, ഓപ്ഷൻ സി ഗ്രാമീണ ചെണ്ടക്കാരൻ, ഓപ്ഷൻ ഡി ആനന്ദമഠം. ഇതില് ഗീതാഞ്ജലി ടാഗോറിനെ നിങ്ങൾക്കറിയാം. ബാക്കി ഗ്രാമീണ ചെണ്ടക്കാരനൊക്കെ നമ്മൾ കലയും സാഹിത്യത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ത്രിപുര കോൺഗ്രസ് സമ്മേളനത്തിന്, ഹരിപുര സമ്മേളനത്തിനൊക്കെ പ്രദർശിപ്പിച്ച ഒരു ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ ഹരിപുര സമ്മേളനത്തിൽ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനെ ആനന്ദമഠം നട്ട ആൻസർ. ഓക്കെ, നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകം ഏതാ? നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകം. ഞാനത് നാടകമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീൽ ദർപ്പൺ ട്ടോ. നീൽ ദർപ്പൺ. അടുത്തൊരു ക്വസ്റ്റ്യനെ, സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയെ പറയുന്ന പേര്. യൂണിവേഴ്സിറ്റി LGS തന്നെ ചോദിച്ചതാണ്. ഓപ്ഷൻ എ മിൽക്കിയത്ത്, ഓപ്ഷൻ ബി ഗിത്മത്ത്, ഓപ്ഷൻ സി ദാമിൻകോ, ഓപ്ഷൻ ഡി ജംഗ്ലി. ഇത് കിട്ടുമായിരിക്കും, വേറെ കടിച്ചാപ്പെട്ടാത്ത വാക്കൊന്നും അതിലില്ല. ദാമിൻകോ. ഓക്കെ, ഇനി അടുത്തത്, സന്താൾ കലാപം നടന്ന പ്രദേശം ഏത് കുന്നാണെന്ന്. ഓപ്ഷൻ ഞാൻ പറയണില്ല. ഏത് കുന്നിലാണ് സാന്താൾ കലാപം നടന്നത്? രാജ്മഹൽ കുന്ന് കേട്ടോ, രാജ്മഹൽ കുന്ന്. അത് ചോദിച്ചത് ഒരു 10th ലെവലിന്റെ പ്രിലിംസിന് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. അപ്പൊ ഇത്രയും വെച്ച് ഞാൻ കലാപങ്ങൾ നിർത്താണ്. കാര്യം ഇനിയും മലറ ചില്ലറ കുഞ്ഞതൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് ചോദിച്ച് കണ്ടേക്കണ കലാപമാണ് പറയണത്. ഇനി കുറച്ച് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ പറയാണ്. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളിലെ കുറച്ചാണ് ഈ പറയണത്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ,
മദ്രാസ് ലേബർ യൂണിയൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അതേപോലെ മദ്രാസ് ലേബർ യൂണിയൻ. ഇത് പഠിക്കണേ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് നമുക്കറിയണ സാധനമാണ് AITUC. അത് രൂപീകരിച്ചത് 1920-ലാണ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC രൂപീകരിച്ച വർഷം ചോദിക്കും. അത് 1920. ആദ്യകാല തൊഴിലാളി സംഘടനകളാണ്. ഇനി ഈ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. NM ജോഷി, ലാല ലജ്പത് റായി കേട്ടോ. NM ജോഷി അതേപോലെ തന്നെ ലാല ലജ്പത് റായി ആണ് ഈ പറഞ്ഞ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മാത്രം എടുത്തതാണ് കേട്ടോ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് NM ജോഷിയും അതേപോലെ തന്നെ ലാല ലജ്പത് റായിയും ആണ് കേട്ടോ. ഇനി ഈ പറഞ്ഞ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് നമ്മളിപ്പോ പറഞ്ഞു ലാല ലജ്പത് റായി അതേപോലെ തന്നെ NM ജോഷി കൂടിയിട്ടാണ് വർഷം 1920 പറഞ്ഞു. ഇതിന്റെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. ഇതൊക്കെയായിരുന്നു ഈ പറഞ്ഞ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ. ചോദിച്ചിട്ടുണ്ട്. ഇനി NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് രൂപീകൃതമായ കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. പറ്റിയ പഠിച്ചാൽ മതി. കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയത് ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ചാണ്. പറ്റുന്നവർ പഠിച്ചാൽ മതി. ഇനി രണ്ടൂന്ന് നമ്മുടെ വൈസ്രോയിമാര്, ഗവർണർ ജനറൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിച്ചു കണ്ടേക്കണം കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞുതരാം. ബാക്കിയുള്ളവരെ പഠിക്കേണ്ടെന്നല്ല, ഇത് എപ്പോഴും ചോദിച്ചു കണ്ടേക്കണതാണ് കേട്ടോ. പിന്നെ ഈ ഗവർണർ ജനറൽ, വൈസ്രോയി, അതൊക്കെ പേരെപ്പോഴാ മാറിയെന്നൊക്കെ എപ്പോഴെങ്കിലും ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഹിസ്റ്ററി ക്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ വാറൻ ഹേസ്റ്റിങ്സ് നിങ്ങൾ കുറെ വട്ടം കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരാളെ, വാറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു കേട്ടോ. ഈ വാറൻ ഹേസ്റ്റിങ്സ് ആരാണ്? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് അദ്ദേഹത്തെ ഗവർണർ ജനറൽ ആക്കിയത് കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സിനെ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആക്കിയത് 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. കൊൽക്കത്തയിലെ സുപ്രീം കോടതി 1774 ആദ്യത്തെ സുപ്രീം കോടതിയാണ് കൊൽക്കത്തയില്. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നിട്ടാ. കൊൽക്കത്തയില് സുപ്രീം കോടതി സ്ഥാപിതമായപ്പോ ആരാണ് ഗവർണർ ജനറൽ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതേപോലെ ബംഗാളില് ദ്വിഭരണം നിർത്തലാക്കിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. അതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കാം. ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളില് ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ. റവന്യൂ ബോർഡ് സ്ഥാപിച്ചത് ആരുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്ത് കേട്ടോ. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു PYQ പാറ്റേൺ വെച്ച് പറയണതാണ് കേട്ടോ. ഇനി ബനാറസ് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി ഉണ്ട്. ആ ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? ഉടമ്പടി എന്നതൊന്നും ഞാൻ പറയണില്ല. ആ ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാലും അത് വാറൻ ഹേസ്റ്റിങ്സ്. ഞാൻ കുറച്ച് 2-3 പേരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ഒരാളാണ് റിച്ചാർഡ് വെല്ലസ്ലി. അധികം പേരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും ചോദിക്കാനുള്ള ഒരു 3-4 പേരെ എടുത്തിട്ടുള്ളൂ. റിച്ചാർഡ് വെല്ലസ്ലി. ഇദ്ദേഹം അറിയപ്പെടുന്നതാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത്. ഇനി 1802 ശിശുഹത്യ നിരോധിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞ ആളുണ്ട് വേറെ. ഇത് റിച്ചാർഡ് വെല്ലസ്ലി. ഇനി സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്.
1798 ഈ സൈനിക സഹായ വ്യവസ്ഥ എന്നാ വന്നേന്ന് വർഷം പഠിക്കണം. 1798 സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിച്ചതാണ് ബംഗാൾ കടുവ എന്ന്. അതേപോലെ തന്നെ ശിശുഹത്യൊക്കെ നിരോധിച്ചത് ഇദ്ദേഹമാണ്. ഇനി എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയാം. അതായത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടുരാജ്യം, ആ നാട്ടുരാജ്യം ഈ സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ ചെല്ലും ചെലവും കൊടുത്ത് ഇവര് നിർത്തിക്കോണം ആ നാട്ടുരാജ്യത്തെ ആള്. അതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആ നാട്ടുരാജ്യത്തിന്റെ സുരക്ഷ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ ഈ ബ്രിട്ടീഷ് സൈന്യം ഏറ്റെടുക്കും. അപ്പൊ ചെല്ലും ചെലവും കൊടുത്ത് ആ നാട്ടുരാജ്യത്തിന്റെ രാജാവ് അവിടെ ബ്രിട്ടീഷ് സൈന്യത്തെ നിയമിക്കണം. രണ്ട് കരാറാണുള്ളത്. ഒന്ന് അവരെ മറ്റു ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിൽ നിന്നൊക്കെ ഈ ബ്രിട്ടീഷ് സൈന്യം രക്ഷിക്കും. പിന്നെ ഇവര് പോയി ഈ പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ട നാട്ടുരാജ്യങ്ങൾ വേറെ നാട്ടുരാജ്യങ്ങളുമായിട്ട് പോയി കരാറൊന്നും ഒപ്പിടാനായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഉണ്ടായിട്ടും ബഫൂണായിട്ട് നിൽക്കാൻ പറ്റും എന്നും ചുരുക്കം. പക്ഷെ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമൊക്കെ ആയതുകൊണ്ട് സമ്മതിച്ചാവും. കയ്യില് അധികാരം ഇരിക്കണത് രാജാവിന്റെ കയ്യില്, അവിടുത്തെ നാട്ടുരാജാവിന്റെ കയ്യില്. പക്ഷെ ശരിക്കും ഭരിക്കണത് ആരാ? ബ്രിട്ടീഷുകാര്. ഓക്കെ, അതാണ് സൈനിക സഹായ വ്യവസ്ഥ. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഹൈദരാബാദ് ആണ് കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പിട്ടത് ഹൈദരാബാദിലെ നൈസാമാണ്. ആ രാജാവിന്റെ പറയണ പേരാണ് നൈസാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച മറ്റു ആൾക്കാരാണ് തഞ്ചാവൂരും ഇൻഡോറും തഞ്ചാവൂരും ഒക്കെ ഈ പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ്. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. കൂടാതെ ഗവർണർ ജനറലിന്റെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരില്ലാത്ത മറ്റു യൂറോപ്യന്മാരെ നിയമിക്കുകയില്ലെന്നും സമ്മതിക്കണം. പകരമായി രാജ്യത്തിന്റെ സുരക്ഷ ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കും. അങ്ങനെ ഈ മണ്ടൻ തീരുമാനത്തിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ഹൈദരാബാദ്. ഓക്കെ, ഇനി മറ്റു നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചവര് തഞ്ചാവൂരും ഇൻഡോറും. ക്ലിയർ ആയോ? ഇന്നലത്തേല് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ റെഡിയാവാത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അന്നന്ന് എടുക്കണം, അന്നൊന്നും പഠിച്ചു പോവാട്ടാ, ഇല്ലെങ്കിൽ വലിയ മലയാവും, വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ? കഴിഞ്ഞിട്ടില്ല, അത് ചോദിച്ച വഴിക്ക് കുറെ പേര് ലെഫ്റ്റ് അടിച്ചുകൊണ്ട്. 3 നാട്ടുരാജ്യങ്ങളുണ്ട്. തിരുവിതാംകൂർ ഒന്നുമില്ല. ഹൈദരാബാദ്, ജുനഗഡ്, അതേപോലെ തന്നെ കാശ്മീർ ആണ്. ജനഹിത പരിശോധന നടത്തി ഒപ്പുവെച്ചതാരാ? ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് ജനഹിത പരിശോധന ജുനഗഡ് കേട്ടാ. ഓക്കെ, ജുനഗഡ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് തഞ്ചാവൂരും ഇൻഡോറും ആണ്. 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇനി അടുത്തതാണ് വില്യം ബെന്റിക് പ്രഭു. ബോറടിപ്പിക്കാനുള്ള ഇനി ഒരാളും കൂടി ഉള്ളൂ, ഡൽഹൌസി പ്രഭുവും കൂടി ഉള്ളൂ. വില്യം ബെന്റിക് പ്രഭു ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചതാണ് വില്യം ബെന്റിക് പ്രഭു. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയതാണ് വില്യം ബെന്റിക് പ്രഭു. നേരത്തെ നമ്മള് പരുത്തി കൃഷിക്കാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ആളാണ് വില്യം ബെന്റിക് പ്രഭു. ഓക്കെ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടു. ഇനി ഉദാരമനസ്കനായ ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക് പ്രഭു, അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നറിയപ്പെട്ട ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ഇത് ഓർത്തു വെക്കാൻ ഇവിടെ നോക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത് അദ്ദേഹമാണല്ലോ. കണക്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ.
ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ്. അതേപോലെ തന്നെ സതി എന്താ നിങ്ങൾക്ക് അറിയാലോ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ആ ചെതയിലേക്ക് ചാടി മരിക്കുക. അത് നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, സതി നിരോധിച്ചത് ആരാന്ന് ചോദിക്കും. അത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഉദാരമനസ്കനാണ് അദ്ദേഹം. ഉദാരമനസ്കനായ ഗവർണർ ജനറലാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്ത ആളാണ്. ഇനി അടുത്തതാണ് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇതെപ്പോഴും ചോദിക്കേണ്ടതാണ്, റെയിൽവേ ഗതാഗതം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യയില് ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് ലാബാണോ ആണോ, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഏപ്രിൽ ഓക്കെ അന്നാണ് ഈ റെയിൽവേ ആരംഭിച്ചത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേയുടെ പാത എന്ന് പറയുന്നത് ബോംബെ ടു താനെയാണ് ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയണത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഇന്ത്യയിലെ റെയിൽവേ പാത കൊണ്ടുവന്നത് ഈ ഡൽഹൌസി പ്രഭു ആണ്. അതേപോലെ തന്നെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് അദ്ദേഹമാണ്. ഇന്ത്യയിലെ ടെലഗ്രാഫ്, റെയിൽവേ, അതേപോലെ തന്നെ തപാല്, ഇതൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് കേട്ടോ. ഇതിന്റെയൊക്കെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക തപാല്, ടെലഗ്രാഫ് എന്നിവയൊക്കെ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭു ആണ്. ഇനി ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയും. അത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയാണെന്ന് പഠിച്ചിരിക്കുക. അത് 1854 അത് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ദത്തവകാശ സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണെന്ന് നമ്മൾ പറഞ്ഞു. സതി നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭു ആണ്. എന്നാൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനം ഇല്ലെങ്കിൽ മുന്നേ ദത്തെടുക്കാനായിട്ട് അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനായിട്ട് ഓപ്ഷൻ ഇല്ല. പകരം ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്ക് കൈമാറണം എന്നൊരു നിയമം കൊണ്ടുവന്നതാണ് ഈ ദത്തവകാശ നിരോധന നിയമം. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മുടെ ഝാൻസി റാണി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അതില് താന്തിയ തോപ്പി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയത്. അപ്പൊ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. അത് ഈ നിയമം റദ്ദ് ചെയ്തത് കാനിങ് പ്രഭു ആണ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവും നിരോധിച്ചത് കാനിങ് പ്രഭു ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എപ്പോഴും ചോദിക്കണതാട്ടോ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാ? ഡൽഹൌസി പ്രഭു. രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ 1, മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ശരിയോ തെറ്റോ? എല്ലാവരും പറയൂ. സ്ഥലം കൂടി പറഞ്ഞോ. റെയിൽവേയുടെ എവിടം തൊട്ട് എവിടം വരെയാണ്? ബോംബെ ടു താനെയാണ്. വർഷം പറഞ്ഞോ. 1853. ഇനി അടുത്ത പോയിന്റ്, ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെട്ടു. ശരിയാണല്ലേ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് ഡൽഹൌസി പ്രഭു ആണ്. അടുത്ത ഓപ്ഷൻ ട്ടാ, സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ശരിയോ തെറ്റോ? സതി നിരോധിച്ചത് ആരുടെ കാലത്താണ്?
സതി നിരോധിച്ചത് ആരുടെ കാലത്താണ്? അത് ഞാൻ പിന്നെയും പറഞ്ഞതാണ് വരൂന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിക്കണം. സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെന്റിക്. വില്യം ബെന്റിക് പ്രഭു ട്ടാ. ഓക്കെ. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭു. വില്യം ബെന്റിക് പ്രഭു ആണ്. അടുത്തത് കേട്ടാ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത് കേട്ടോ? ബന്ധപ്പെടാത്തതാണ് പറയേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആയിരുന്നു. പറയൂ, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ഇത് 1857 കലാപം എടുത്തപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല എന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്താലും ഓർമ്മ വരില്ല പെട്ടെന്ന്. അതൊക്കെ സ്വാഭാവികമാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് ഇതിനുള്ള ആകെ സൊല്യൂഷൻ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിങ് പ്രഭു. ഒന്ന് ഊഹിച്ചു നോക്ക്, ശരിയോ തെറ്റോ? തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ പറ. ബാക്കിയുള്ളവര് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ 1857 വിപ്ലവം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരത്തിൽ കൂടെ ഈ ഭരണം ഈ പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് ഏറ്റെടുത്തു. അന്ന് ഈ പേര് മാറ്റിയതാണ്, ഈ വൈസ്രോയി എന്ന പേരിലേക്ക് മാറി. ഈ ഗവർണർ ജനറലിന് പകരം വൈസ്രോയി എന്ന പേരിലേക്ക് മാറി. അങ്ങനെ ആദ്യത്തെ വൈസ്രോയി ആയ വ്യക്തി കാനിങ് പ്രഭു ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതാരാ? കാനിങ് പ്രഭു കേട്ടോ. ഇനി അടുത്തത്, ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു കാനിങ് പ്രഭു. ശരിയോ തെറ്റോ? എല്ലാവരും പറ, ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. ശരിയാണ് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു ആണ്. അന്ന് ആ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാന്ന് പറഞ്ഞേ? ഡൽഹൌസി പ്രഭു കേട്ടോ. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇദ്ദേഹത്തിന്റെ കാലത്താണ് നിലവിൽ വന്നത്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ, ശരിയോ തെറ്റോ? ശരിയാണ്. ഇനി അടുത്ത പോയിന്റ്, ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചു. അത് തെറ്റാണ്. ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചത് റിപ്പൺ പ്രഭു ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാനായിട്ട് ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് ഇൽബർട്ട് ബില്ല്. ആ ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് റിപ്പൺ പ്രഭു ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു പോയിന്റ്, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പിലാക്കിയത്. ശരിയോ തെറ്റോ? 1798 സൈനിക സഹായ വ്യവസ്ഥ. തെറ്റാണോ? അതെന്താ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞേ? ശരിയാണ് കേട്ടോ. ഞാൻ PDF എടുത്തൊന്നും കാണിച്ചു തരാം. സൈനിക സഹായ വ്യവസ്ഥ വർഷം 1798. ഞാൻ കാണിച്ചു തരാണെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കയറാനാട്ടോ. 1798. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വർഷം നിങ്ങളൊന്ന് പറഞ്ഞേ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വർഷം ഒന്ന് പറഞ്ഞേ. 1798 കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, കഴ്സൺ പ്രഭു ആണ് നടപ്പിലാക്കിയത്. ശരിയോ തെറ്റോ? നമ്മൾ ഇന്ന് കഴ്സൺ പ്രഭുവിനെ പറ്റി പഠിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല.
ആ ബംഗാൾ വിഭജനമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമ്മള് യെസ് പറഞ്ഞേനെ. ഓക്കെ. അപ്പൊ കഴ്സം പ്രഭു എല്ലാം നടപ്പിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ ആരാ നടപ്പിലാക്കിയെന്ന് പറഞ്ഞേ? റിച്ചാർഡ് വെല്ലസ്ലി ആണ് അല്ലെ? റിച്ചാർഡ് വെല്ലസ്ലി. അടുത്ത പോയിന്റ്, അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ശരിയോ തെറ്റോ? അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ബാക്കിയുള്ളവര് ആൻസർ പറയാം. ശരിയാണ് കേട്ടോ. അപ്പൊ റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ കടുവയാണ്. സൈനിക സഹായ വ്യവസ്ഥ 1798 നടപ്പിലാക്കി. അതേപോലെ തന്നെ ശിശുഹത്യ നിരോധിച്ചത് വെല്ലസ്ലി പ്രഭുവാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും അദ്ദേഹമാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇതൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോളൂ, എന്നാലേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇപ്പൊ കിട്ടണില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കണ്ട. ഇത് ചിലപ്പോ ഒരു ക്ലാസ് 2 ക്ലാസ് കഴിയുമ്പോൾ പിന്നെയും മറന്നു. അപ്പൊ പിന്നെയും ഇതിരുന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാട്ടാ, എന്നാലേ കിട്ടുള്ളൂ. ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഇത് കിട്ടിയില്ല എന്ന് വെച്ച് ആരും വിഷമിക്കുകയും വേണ്ട കേട്ടാ. പിന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് പഠിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് പഠിച്ചു തുടങ്ങുമ്പോ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് കുറെ കാര്യങ്ങൾ അങ്ങനെ ബൈഹാർട്ടാവും. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.